ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ മാത്സ് സബ്ജക്റ്റിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ്. വൺ ഫ്രാക്ഷൻ മെനി ഫോംസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ പാർട്ട് 1 പേജ് നമ്പർ 25 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലാസ് 6 മാത്സ് നോക്കിയാൽ കാണാവുന്നതാണ്. സോ അതിൻ്റെ ബാലൻസ് പേജ് നമ്പർ 25 ഈ ഒരു ഭാഗം മുതലാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ലെറ്റ്സ് ലുക്ക് അനദർ കൈൻഡ് ഓഫ് ഫ്രാക്ഷൻ. മറ്റൊരു ഫ്രാക്ഷൻ നോക്കാനാണ്. ഹൗ ഡു വി ഫൈൻഡ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 2/3? 2/3 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ 2 ഭാഗം എടുക്കുന്നതിനാണ് നമ്മൾ 2/3 എന്ന് പറയുന്നത്, അല്ലേ? അതാണ് താഴെ ചിത്രം നോക്കിക്കേ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിനെ 3 ഭാഗമാക്കിയിട്ടുണ്ട്, അല്ലേ? ഇങ്ങനെ 3 ഭാഗമാക്കിയിട്ടുള്ള ഈ ഒരു സർക്കിളിൽ 2 പാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ 2/3 എന്ന ഫ്രാക്ഷൻ പറയുന്നത്. നമ്മളിവിടെ ഈ ഒരു സർക്കിളിനെ 3 പാർട്ടാണ് ആക്കിയിട്ടുള്ളത്. ഈക്വൽ ആയിട്ടുള്ള 3 പാർട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇനി പറയാണ് ഇതിലെ ഓരോ പാർട്ടിനെയും 2 പാർട്ടാക്കുക. അതായത് ഈ പാർട്ടിനെ നമുക്ക് 2 പാർട്ടാക്കാം. സെൻറ്ററിലൂടെ ഒരു വര വരയ്ക്കുക. 2 പാർട്ടായി. അടുത്ത പാർട്ടിനെയും 2 പാർട്ടാക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയായി? ഇപ്പോൾ 4ആയി. ഇനി വീണ്ടും മൂന്നാമത്തെ പാർട്ടും 2 പാർട്ടാക്കുക. 6 പാർട്സ്. ടോട്ടൽ നമുക്ക് എത്ര പാർട്സ് കിട്ടി? 6 പാർട്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആണ് നിങ്ങൾക്ക് താഴെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ ഓരോ 3 പാർട്ടിനെയും വീണ്ടും 2 പാർട്സ് ആക്കി മാറ്റിയാലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറാണ് കിട്ടുന്നത്. തൊട്ട് മുകളിലുള്ള 2/3 എന്ന പിക്ചറാണ് നമ്മളിവിടെ 6 പാർട്ട് ആക്കിയിട്ടുള്ളത്. നേരത്തെ 2/3 എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു? 2/3 എന്ന് പറഞ്ഞത് 2 പാർട്സ് ആയിരുന്നു, അല്ലേ? ഈ ഒരു പാർട്ടും ഈ ഒരു പാർട്ടുമായിരുന്നു നമ്മൾ എടുത്തത്. ഇപ്പോൾ ഇവിടെ 2 എടുക്കുകയാണ്. 2 പാർട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട്? 2/3 എടുക്കുകയാണെന്ന് പറഞ്ഞാൽ 4 പാർട്സ് വരുന്നുണ്ട്, അല്ലേ? നേരത്തെ 2 പാർട്ട്, ഇപ്പോൾ എന്താണ്? 4 പാർട്സ് ആയിട്ടുണ്ട്. അതായത് 4/6 ആണ് ഇവിടെ വരുന്നത്. ടോട്ടൽ 6 ആണ്, 4 പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ 4/6 എന്നാണ് ഇവിടെ ഫ്രാക്ഷൻ വരുന്നത്. 2 × 3 ഈസ് ഈക്വൽ ടു 6 ഈക്വൽ പാർട്സ് ഇൻ ഓൾ. അതായത് നമ്മൾ ഓരോ 3 ഭാഗത്തെയും എന്താണ്? 2 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 × 3 6. ടോട്ടൽ 6 പാർട്സ് ആക്കി മാറ്റി. ആൻഡ് ദി 2 ലാർജ് ഈക്വൽ പാർട്സ് ടേക്കൺ ഏർലിയർ നൗ ബിക്കം 2 × 2 ഈസ് ഈക്വൽ ടു 4 സ്മോൾ ഈക്വൽ പാർട്സ്. തൊട്ട് മുകളിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വലിയ 2 പാർട്ട് ഇപ്പോൾ എന്തായിട്ടുണ്ട്? നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടും 2 പാർട്ടാക്കിയപ്പോൾ ഇപ്പോൾ അത് 4 പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ആസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ഈസ് ഡബിൾഡ്, ദി നമ്പർ ഓഫ് പാർട്സ് ടേക്കൺ ആൾസോ ഡബിൾഡ്. അതായത് ആദ്യത്തെ ഫ്രാക്ഷനിൽ 2/3 ആയിരുന്നു, രണ്ടാമത്തെ ഫ്രാക്ഷനിൽ 4/6 ആയി. 2/3 എന്ന് പറയുമ്പോൾ ടോട്ടൽ പാർട്സ് 3 ആണ്. ടോട്ടൽ പാർട്സ് നമ്മൾ ഡബിൾ ആക്കി. രണ്ടാമത്തെ ഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ 6 ആണ്, അല്ലേ? അതായത് 3ൻ്റെ ഡബിൾ ആണ് 6. അപ്പോൾ ഈ നമ്മൾ ടോട്ടൽ പാർട്സ് ഡബിൾ ആക്കിയപ്പോൾ എന്താണ്? എടുത്ത പാർട്സും ഡബിൾ ആയി എന്നാണ് പറയുന്നത്. കാരണം ആദ്യത്തെ ഫ്രാക്ഷനിൽ 2 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, രണ്ടാമത്തെ ഫ്രാക്ഷനിൽ അതിൻ്റെ ഡബിൾ 4 ആണ് എടുത്തിട്ടുള്ളത്. ദിസ് ക്യാൻ ആൾസോ കണ്ടിന്യൂ. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. വെൻ ഇഫ് വി ഡിവൈഡ് ഈച്ച് ഓഫ് ദി ഫസ്റ്റ് 3 ഈക്വൽ പാർട്സ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. അതായത് നമ്മൾ ഫസ്റ്റത്തെ ഫ്രാക്ഷനാണ് നിങ്ങളിവിടെ കാണേണ്ടത്. അതായത് നമ്മൾ ഒരു സർക്കിളിനെ 3 പാർട്ട് ആക്കിയിട്ടില്ലേ, അതിനെ നമ്മൾ ഓരോ പാർട്ടിനെയും 3 പാർട്ട് ആക്കുകയാണെങ്കിലോ, ആദ്യത്തെ പാർട്ട് 3 ആയി, രണ്ടാമത്തെ പാർട്ട് 3 ആയി, മൂന്നാമത്തെ പാർട്ട് 3 ആയി. അപ്പോൾ 3 × 3 ടോട്ടൽ 9 ഈക്വൽ പാർട്സ് നമുക്ക് കിട്ടും, അല്ലേ? നമ്മൾ ടേക്ക് ചെയ്യുന്ന പാർട്ട് തൊട്ട് മുൻപേ ഉള്ളതിൽ വലിയ 2 പാർട്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ എത്ര പാർട്ടാണ്? 2 വലിയ പാർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നാമത്തെ പാർട്ട് 3, രണ്ടാമത്തെ പാർട്ട് 3. അതായത് 6 പാർട്സ് ആണ് ഇപ്പോൾ 2 വലിയ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്താണ് കിട്ടുന്നത്? 6/9 എന്നാണ് പറയാണ്. ടോട്ടൽ പാർട്സ് നമ്മളിവിടെ ത്രിബിൾ ആക്കിയില്ലേ? അതായത് 3ൻ്റെ ത്രിബിൾ ആണ് 9. ഇവിടെ നമ്മൾ ടോട്ടൽ പാർട്സ് ത്രിബിൾ ആയപ്പോൾ നമ്മൾ എടുത്ത പാർട്ടും ത്രിബിൾ ആയെന്നാണ്. ആദ്യത്തെ ഫ്രാക്ഷനിൽ 2 ആയിരുന്നു, 2ൻ്റെ ത്രിബിൾ ആണ് 6. ഓക്കെ.
Thus, in all the different forms of 2 by 3, the denominators are all multiples of 3. നമ്മളിവിടെ 2/3 ഡിഫറെൻറ്റ് ഫോംസ് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? അതായത് 2/3 മറ്റൊരു ഫോമാണ് 4/6, മറ്റൊരു ഫോമാണ് 6/9. ഇവിടെ പറയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ഒക്കെ 3 മൾട്ടിപ്പിൾസ് ആണെന്നാണ് പറയുന്നത്. ചെക്ക് ചെയ്യാം. 6 എന്താണ്? 3 × 2 6 ആണ് അല്ലേ? 9 3 × 3 9 ആണ്. സോ ഇതൊക്കെ ഡിനോമിനേറ്റേഴ്സ് 3 മൾട്ടിപ്പിൾസ് ആണ്. ആൻഡ് ദി ന്യൂമറേറ്റേഴ്സ് ആർ 2 multiplied by the number by which 3 is multiplied. നമുക്ക് ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് 3നെ ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് ആ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ന്യൂമറേറ്റർ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 6 കിട്ടാൻ വേണ്ടിയിട്ട് 3 × 2 ആണല്ലോ ചെയ്തത്. 3 × 2 ആണ് 6 കിട്ടിയിട്ടുള്ളത്. നമ്മൾ 3നെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഈ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ന്യൂമറേറ്റർ അല്ലേ? 2 × 2 4 ആണ്. ഇനി 9 നോക്കിക്കേ. 9 കിട്ടിയിട്ടുള്ളത് 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്. 3നെ നിങ്ങൾ × 2 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ന്യൂമറേറ്റർ 6 കിട്ടിയിട്ടുണ്ട്. We can compute different forms of any fraction like this. In general, we can say this. Multiplying the numerator and denominator of a fraction by the same natural number gives a form of the same fraction. പറയാണ് നമുക്ക് ഏതൊരു ഫ്രാക്ഷൻ്റെയും ഡിഫറെൻറ്റ് ഫോംസ് കണ്ടെത്താൻ കഴിയുന്നതാണ്. എങ്ങനെ നമുക്ക് കണ്ടെത്താം? ആ ഒരു ഫ്രാക്ഷൻ എടുക്കുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏതെങ്കിലും ഒരു സെയിം ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രാക്ഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് കിട്ടുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് നോക്കുക. ഇവിടെ ഞാൻ 1/2 എന്നൊരു ഫ്രാക്ഷൻ എടുത്ത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് കാണാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. ഞാനിവിടെ 2 ആണ് എടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഡിജിറ്റ് എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്റർ 2 കൊണ്ടാണെങ്കിൽ ഡിനോമിനേറ്ററും 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് മസ്റ്റാണ്. സോ ഇവിടെ നമുക്ക് എന്ത് ഫ്രാക്ഷൻ കിട്ടി? 1 × 2 2 ആണ്. 2 × 2 4 ആണ്. 2/4 എന്ന ഫ്രാക്ഷൻ കിട്ടി. ഇത് 1/2ൻ്റെ വേറൊരു ഫോമാണ്. ഇനി 2/4ൻ്റെ വേറൊരു ഫോം കാണാൻ പറഞ്ഞു. ഞാനിവിടെ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് 4നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് 6/12 എന്നൊരു ഫ്രാക്ഷൻ കിട്ടി. ഇത് 2/4ൻ്റെ മറ്റൊരു ഫോമാണ്. ഓക്കെ, നൗ can you fill up the following table by multiplying the numerator and denominator by a number? നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് കണ്ടെത്താം. ആദ്യത്തിൽ ഇവിടെ നൽകിയിട്ടുള്ളത് 2/3 എന്ന ഫ്രാക്ഷനാണ്. മൾട്ടിപ്ലയർ ഏതാണ്? 2/3നെ നമ്മൾ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2നെ × 4 ചെയ്താൽ എത്രയാണ്? 2 × 4 8 ആണ്. 3നെയും 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 4 12 ആണ്. 8/12 എന്ന ഫ്രാക്ഷൻ കിട്ടി. 2/3 എന്നുള്ളതിൻ്റെ മറ്റൊരു ഫോമാണ് 8/12. ന്യൂമറേറ്റർ 8 എന്നും ഡിനോമിനേറ്റർ 12 എന്നും വേറിട്ട് എഴുതിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ 2/3നെ മറ്റൊന്ന് കാണേണ്ടത്. ഇവിടെ മൾട്ടിപ്ലയർ 6 ആണെന്ന് നൽകിയിട്ടുണ്ട്. 2/3നെ നമ്മൾ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 × 6ഉം ചെയ്യുക, 3 × 6ഉം ചെയ്യുക. 2 × 6 എത്രയാണ്? 2 × 6 12 ആണ്. 3 × 6 18 ആണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഫ്രാക്ഷൻ കിട്ടി. 12/18 എന്നാണ് നമ്മുടെ ഫ്രാക്ഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾ ബോക്സിലേക്ക് ന്യൂമറേറ്റർ എന്ന് എടുത്ത് എഴുതണം. 12 ആണ് ന്യൂമറേറ്റർ. താഴെയുള്ളത് ഡിനോമിനേറ്റർ 18 ആണ്. 18 എന്നും അവിടെ ഡിനോമിനേറ്ററിൻ്റെ കോളത്തിൽ എഴുതുക. ഇനി ലാസ്റ്റ് കോളത്തിൽ 2/3 ഈസ് ഈക്വൽ ടു നമ്മുടെ ഫ്രാക്ഷൻ 12/18 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തേതാണ് വരുന്നത്. ഫ്രാക്ഷൻ വരുന്നത് 3/4 എന്നാണ്. ഓക്കെ, 3/4 ആണ് ഫ്രാക്ഷൻ. ഇവിടെ മൾട്ടിപ്ലയർ നൽകിയിട്ടില്ല. നമുക്കതിന് പകരം ഡിനോമിനേറ്റർ 12 ആണെന്ന് നൽകിയിട്ടുണ്ട്. ഏത് സംഖ്യ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് കണ്ടെത്തുന്ന ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 12 എന്നാണെന്ന് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ കണ്ടെത്താം? 4നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 4 × 2 8 ആണ്. 4 × 3 12 ആണ് അല്ലേ? 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 12 കിട്ടുന്നത്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലയർ ഏത് സംഖ്യ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 4 × 3 ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 3നെയും 3 കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 × 3 9 കിട്ടി. 9/12 ആണ് ആൻസർ വരുന്നത്. സോ നിങ്ങൾ അവിടെ മൾട്ടിപ്ലയർ എന്ന കോളത്തിലേക്ക്
3 എന്ന് എടുത്ത് എഴുതി കൊടുക്കുക. ന്യൂമറേറ്റർ ഏതാണ്? 9 ആണ് വരുന്നത്. ഡിനോമിനേറ്റർ 12 ഓൾറെഡി നൽകിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കോളത്തിലേക്ക് 3/4 ഈസ് ഈക്വൽ ടു 9/12 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 3/4 ആണ് ഫ്രാക്ഷൻ നൽകിയിട്ടുള്ളത്. ഇവിടെ മൾട്ടിപ്ലയർ നൽകിയിട്ടില്ല. ന്യൂമറേറ്റർ 12 ആണെന്ന് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 3/4 ആണ് ഫ്രാക്ഷൻ വരുന്നത്. ഇത് വെച്ചിട്ടുള്ള ഒരു പുതിയൊരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ 12 ആണെന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് 3നെ ഏതൊരു ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 12 കിട്ടുക എന്നുള്ളത്. 3 × 2 6 ആണ്, 3 × 3 9 ആണ്, 3 × 4 ആണ് 12. സോ നിങ്ങൾ താഴെയുള്ള ഡിനോമിനേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 16 കിട്ടി. 12/16 ആണ് നമ്മുടെ ഫ്രാക്ഷൻ വരുന്നത്. സോ അവിടെ മൾട്ടിപ്ലയർ എന്ന കോളത്തിലേക്ക് 4 എന്ന് എഴുതി കൊടുക്കുക. 4 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ 4 എഴുതുക. ഇനി ന്യൂമറേറ്റർ 12 നൽകിയിട്ടുണ്ട്, ഡിനോമിനേറ്റർ 16 ആണ്. 16 നിങ്ങൾ അവിടേക്ക് എഴുതി കൊടുക്കുക. ലാസ്റ്റത്തെ കോളത്തിലേക്ക് 3/4 ഈസ് ഈക്വൽ ടു 12/16 എന്ന് എഴുതി കൊടുക്കുക. സോ ഈ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ലുക്ക് അനദർ കൈൻഡ് ഓഫ് പ്രോബ്ലം. മറ്റൊരു രീതിയിലുള്ള ചോദ്യം നോക്കാം. ക്യാൻ വി റൈറ്റ് ദി ഫ്രാക്ഷൻ 10/15 ഇൻ അനദർ ഫോം വിത്ത് എ സ്മോളർ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ? 10/15 നമുക്ക് ഇതിലും ചെറുതാക്കി എഴുതാൻ പറ്റുമോ എന്നാണ്. ഇതിലും വലുതാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഏതെങ്കിലും ഒരു ഡിജിറ്റ് കൊണ്ട് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ഉദാഹരണത്തിന് ഇൻറ്റു 2 ചെയ്യുകയാണെങ്കിൽ 10 × 2 20, 15 × 2 30, 20/30 എന്ന ഫ്രാക്ഷൻ കിട്ടി. പക്ഷേ ഇതിനെക്കാട്ടിലും വലുതാണ്. 10/15നെക്കാട്ടിലും വലിയൊരു ഫ്രാക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചെറിയ ഫ്രാക്ഷനാണ് നമുക്ക് കിട്ടേണ്ടത്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് ഡിജിറ്റിലും, അതായത് ന്യൂമറേറ്റർ 10ലും ഡിനോമിനേറ്റർ 15ലും കോമൺ ആയിട്ട് പോകുന്ന ഒരു ഡിജിറ്റ് എന്താണ്? 5 ആണ്. 10 എന്നുള്ളതും 15 എന്നുള്ളതും 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആണ് അല്ലേ? 2 × 5 ആണ് 10, 3 × 5 ആണ് 15. അതായത് ഇവിടെ നമുക്ക് 10ഉം 5ഉം കിട്ടിയിട്ടുള്ളത് 5 എന്ന ഡിജിറ്റിനെ 2 കൊണ്ടും 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്. 2 × 5 10, 3 × 5 15. അപ്പോൾ നമുക്ക് പുതിയൊരു ഫ്രാക്ഷൻ എന്ത് കിട്ടി? 2/3 എന്ന് ഫ്രാക്ഷൻ കിട്ടി. ഓക്കെ, അതായത് 10/15 ആണ് നമ്മുടെ കയ്യിലുള്ള ഫ്രാക്ഷന്. ഈ രണ്ട് ഡിജിറ്റിലും 10ലും 15ലും പോകുന്ന ഡിജിറ്റ് ഏതാണ്? 10ലും 5 പോകും, 15ലും 5 പോകും. ഓക്കെ, 10ൽ എത്ര 5 ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 2 5 10. 15ൽ എത്ര 5 ഉണ്ട്? 3 5 15. സോ പുതിയ ഫ്രാക്ഷൻ കിട്ടി 2/3. ഇനി ഇവിടെ ചോദിക്കുകയാണ്, ഹൗ ഡു വി റെഡ്യൂസ് 18/24? 18/24നെ നമുക്ക് എങ്ങനെ ചെറുതാക്കാം? അതിന് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന ഡിജിറ്റ് ഏതാണെന്ന് നോക്കണം. 18/24 ആണ് നമ്മുടെ കയ്യിലുള്ള ഫ്രാക്ഷൻ. ഇത് രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത് 2 ആണ്. 18 എന്നുള്ളതും 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 24 എന്നുള്ളതും 2ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതാണ്. സോ 2 കോമൺ ആയിട്ടും പോകുന്നതാണ്. 18ൽ എത്ര 2 ഉണ്ട്? 9 എണ്ണം. 24ൽ എത്ര 2 ഉണ്ട്? 24ൽ 12 2 ഉണ്ട്. 12 2 ആണ് 24. നമുക്ക് പുതിയൊരു ഫ്രാക്ഷൻ കിട്ടി 9/12 എന്ന്. ഇനി 9/12നെ വീണ്ടും ചെറുതാക്കണം. 9ൽ 2 പോവോ? ഇല്ല. 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 ഇല്ല. ഇനി 3 പോവോ നോക്കാം. 9ൽ 3 പോവും. 12ൽ 3 പോവോ? പോവും. 4 × 3 12 ആണ് അല്ലേ? സോ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന ഡിജിറ്റ് 3 ആണ്. 9ൽ എത്ര 3 ഉണ്ട്? 3 എണ്ണം. 12ൽ എത്ര 3 ഉണ്ട്? 4 എണ്ണം. 3/4 എന്ന പുതിയ ഫ്രാക്ഷൻ കിട്ടി. ഓക്കെ, അതാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. Like this, if the numerator and denominator of any fraction have a common factor, then we can remove this to get another form with smaller numerator and denominator. ഇതേപോലെ നമുക്കൊരു ഫ്രാക്ഷൻ നൽകിയിട്ട് അതിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും കോമൺ ആയിട്ട് പോകുന്ന ഡിജിറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് മറ്റൊരു ഫ്രാക്ഷൻ കണ്ടെത്താം എന്നാണ് പറയുന്നത്. നമ്മളിവിടെ ഓൾറെഡി ചെയ്തതുപോലെ. If the numerator and denominator of a fraction have a common factor, then dividing them by this common factor gives a form of this fraction. Okay? അതായത് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ആ കോമൺ ഫാക്ടറുമായിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫ്രാക്ഷൻ്റെ മറ്റൊരു ഫോം കിട്ടുന്നതാണ്. In the second example above, we first divided the numerator and denominator of 18/24 by the common factor 2.
ആദ്യം നമ്മൾ 18/24 ചെയ്തത് എന്താണ്? 2 എന്ന ഡിജിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് 9/12 എന്ന് കിട്ടി. ദെൻ ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അഗെയിൻ ബൈ 3. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 3/4 എന്ന ഫ്രാക്ഷൻ കിട്ടി. നമുക്ക് ഇനി വീണ്ടും ഇതിനെ ചെറുതാക്കാൻ കഴിയുമോ? 3/4നെ വീണ്ടും ചെറുതാക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? 3/4 കോമൺ ആയിട്ട് പോകുന്ന ഇനി വേറൊരു ഡിജിറ്റ് ഇല്ല. സോ നമുക്ക് 3/4നെ വീണ്ടും ചെറുതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 18/24ന്റെ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ആണ് 3/4 എന്നുള്ളത്. 3/4 ഈസ് കോൾഡ് ദി ഫോം ഓഫ് 18/4 ഇൻ ലോവസ്റ്റ് ടേംസ്. In general, the form of a fraction in lowest terms is got by removing all common factors of the numerator and denominator by division. നമുക്ക് ഏറ്റവും ലോവസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് അതിൽ എടുക്കാൻ കഴിയുന്ന എല്ലാ കോമൺ ഫാക്ടേഴ്സും എടുത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏറ്റവും ലോവസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. താഴെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. റൈറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ലോവസ്റ്റ് ടേം. താഴെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ ഫ്രാക്ഷനും ഏറ്റവും ലോവസ്റ്റ് ടേമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് 32/64 ആണ്. ഓക്കെ, 32/64. ഈ ഫ്രാക്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 32ന്റെ ഡബിൾ ആണല്ലേ 64. 32 ആണ് 64 വരുന്നത്. അതായത് ഇതിൽ കോമൺ ആയിട്ട് ഏത് പോകുന്നുണ്ട്? 32 പോകുന്നുണ്ട്. 32ൽ എത്ര 32 ഉണ്ട്? ഒരു 32 ഉണ്ട്. 64ൽ എത്ര 32 ഉണ്ട്? 2 32 ഉണ്ട്. 2 32 ആണ് 64. അതായത് നമുക്ക് പുതിയൊരു ഫ്രാക്ഷൻ കിട്ടി 1/2 എന്ന്. ഓക്കെ, 32 ആണ് ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. 1/2 ആണ് ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഫോം എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് 27/81 എന്നാണ്. ഓക്കെ, ഇതിനെ ചെറുതാക്കണം. ഇതിൽ കോമൺ ആയിട്ട് 2 പോകില്ല. 27ലും 81ലും 2 പോകില്ല. 2ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നില്ല. 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നുണ്ടോ നോക്കാം. 27ൽ എത്ര 3 ഉണ്ട്? 27ൽ 9 3 ഉണ്ട് അല്ലേ? 3 × 9 27 ആണ്. ഇനി 81ൽ 3 പോവോ നോക്കണം. ഇനി 81 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. 8ൽ എത്ര 3 ഉണ്ട്? 2 3 ആണ്. 2 3 6, ബാലൻസ് 21 വരുന്നുണ്ട്. 21ൽ എത്ര 3 ഉണ്ട്? 21ൽ 7 3 21 ആണ്. 7 3 20. നമുക്ക് 27 എന്ന് കിട്ടി. 81ൽ എത്ര 3 ആണുള്ളത്? 27 ആണ്. 9/27 എന്ന ഒരു ഫ്രാക്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 9/27. നമുക്ക് ഇതിനെ വീണ്ടും ചെറുതാക്കാം. ഏറ്റവും ലോവസ്റ്റ് ഫോം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള 9/27നെ വീണ്ടും ചെറുതാക്കാം. 9/27 താഴേക്ക് എടുത്ത് മാറ്റി എഴുതാം. 9/27 ഇതിൽ കോമൺ ആയിട്ട് ഏതാണ് പോകുന്നത്? 3 തന്നെയാണ് അല്ലേ? 9ൽ 3 ഉണ്ട്. 27ലും 3 ഉണ്ട്. 9ൽ എത്ര 3 ഉണ്ട്? 3 3 ആണ് 9. സോ 3 എണ്ണം. 27ൽ എത്ര 3 ഉണ്ട്? 9 എണ്ണം. തൊട്ട് മുകളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. 27ൽ 9 3 ആണ്. 3/9 എന്ന് കിട്ടി. ഇതിനെ വീണ്ടും ചെറുതാക്കാമല്ലോ. 3 കോമൺ ആയിട്ട് ഇതിൽ പോവും. 3ൽ എത്ര 3 ഉണ്ട്? 1. 9ൽ എത്ര 3 ഉണ്ട്? 3. 3 3 ആണ് 9. സോ 1/3 എന്ന ഫ്രാക്ഷൻ കിട്ടി. ഇതാണ് ഏറ്റവും ലോവസ്റ്റ് ഫോം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 30/45 ആണ്. ഇവിടെ 30/45ൽ ഏതാണ് കോമൺ ആയിട്ട് പോകുന്നത്? 5 പോവും അല്ലേ? 5 രണ്ടിൻ്റെയും മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതാണ്. 30 ഉണ്ട് 45 ഉണ്ട്. സോ 5 5 25, 6 5 30. 6 × 5 ആണ് 30 വരുന്നത്. ഇനി 45ൽ എത്ര 5 ഉണ്ട്? 6 5 30, 7 5 35, 8 5 40, 9 5 45. 9 എന്ന് എഴുതുക. ഇനി 6/9 എന്ന ഫോം കിട്ടി. ഇതിനെ വീണ്ടും ചെറുതാക്കാം. ഇതിൽ 2ലും 3 പോകും. കോമൺ ആയിട്ട് 6 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതാണ്. 9 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതാണ്. 6ൽ എത്ര 3 ഉണ്ട്? 2 എണ്ണം. 9ൽ എത്ര 3 ഉണ്ട്? 3 എണ്ണം. 2/3 എന്ന ഫ്രാക്ഷൻ കിട്ടി. ഇതാണ് ഏറ്റവും ലോവസ്റ്റ്. ഇതിന് ചെറുതാക്കാൻ കഴിയില്ല. 2/3 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് 12/21 ആണ്. 12ലും 21ലും കോമൺ ആയിട്ട് പോകുന്നത് 2 പോവില്ലല്ലേ? 12ൽ 2 പോവും. പക്ഷേ 21ൽ 2 പോവില്ല. 2ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതല്ല. 3 പോവും അല്ലേ? 12ൽ എത്ര 3 ഉണ്ട്? 4 എണ്ണം. 21ൽ എത്ര 3 ഉണ്ട്? 7 എണ്ണം.
7 3 21 4/7 എന്ന ഫ്രാക്ഷൻ കിട്ടി. ഇതിനി വീണ്ടും ചെറുതാക്കാൻ കഴിയുമോ? ഇല്ല. 4ഉം 7ഉം ഇനി സെയിം മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതില്ല. സോ 4/7 ആണ് ഏറ്റവും ലോവസ്റ്റ് ഫോം ആയിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യന് 45/54 ആണ്. 45/54 രണ്ട് കോമൺ ഫാക്ടർ ആയിട്ട് പോവില്ല. കാരണം 54-ൽ 2 പോവും, പക്ഷേങ്കിൽ 45-ൽ 2 പോവില്ല. ഇനി 3 പോവോ നോക്കണം. 45/3 ചെയ്ത് നോക്കാം. 4-ൽ എത്ര 3 ഉണ്ട്? 1 1 3 3 ആണ്. ബാലൻസ് 15 കിട്ടി. 15-ൽ എത്ര 3 ഉണ്ട്? 5 5 3 15. 45-ൽ 15 3 ഇനി നമുക്ക് 54-ലും 3 പോവോ നോക്കണം. 54/3 ചെയ്ത് നോക്കുക. 1 ആണ്. ബാലൻസ് നമുക്ക് 24 വരും. 24-ൽ 8 എണ്ണാണുള്ളത്. 8 3s 24 ആണ്. സോ നമുക്ക് 54-ലും എന്താണ് 3 പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 15/18 എന്നാണ്. 15/18. ഇതിനെ വീണ്ടും ചെറുതാക്കണം. 15/18-ൽ നമുക്ക് 3 പോവോ നോക്കാം. 15-ൽ 3 പോവോ നോക്കണം. 18-ലും 3 പോവോ നോക്കണം. 15-ൽ എത്ര 3 ഉണ്ട്? 5 3 15 ആണല്ലേ. 5 എന്ന് എഴുതുക. ഇനി 18-ൽ എത്ര 3 ഉണ്ട്? 6 3 18 വരുന്നത്. സോ നിങ്ങൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് 5/6 എന്നാണ്. ഇനി വീണ്ടും ഇതിനെ ചെറുതാക്കാൻ കഴിയുമോ? ഇല്ല. 5ഉം 6ഉം വരുന്നത് ഇല്ലല്ലേ. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് 5ഉം വരണം 6ഉം വരണം. അങ്ങനെ ഒരു ഡിജിറ്റ് ഇല്ല. സോ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഇല്ല. അതുകൊണ്ട് 5/6 ആണ് ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ നമ്മൾ എല്ലാത്തിൻ്റെതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആൻസേഴ്സ് ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് ആണ് ഫ്രാക്ഷൻ ആസ് ഡിവിഷൻ. If a 2 meters piece of rope is divided into 3 equal pieces, what would be the length of each piece? അതായത് 2 മീറ്ററുള്ള ഒരു കയറ് നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കുകയാണെങ്കിൽ അതിലുള്ള ഒന്നിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ്. 5ാം ക്ലാസ്സിൽ ഫ്രാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു പീസ് എന്ന് പറയുന്നത് 2/3 മീറ്റർ ആയിരിക്കും. What if we cut 6 meters long rope into 3 equal pieces? അതായത് 6 മീറ്റർ ലോങ് ഉള്ള ഒരു കയറ് 3 ഈക്വൽ പാർട്സ് ആക്കി. ഓക്കെ, ഈക്വൽ പീസ് ആക്കി. അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 6 ടോട്ടൽ ലെങ്ത് വരുന്നത്. അതിനെ ഈക്വലി 3 ആക്കി. നമുക്ക് 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. 6/3 എത്രയാണ്? 2 ആണ്. ഒരു പീസിൻ്റെ നീളം എന്ന് പറയുന്നത് 2 മീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, 6/3 അതായത് 6/3 എത്രയാണ്? 2 ആണ്. ഇനി ഡിവിഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഫ്രാക്ഷൻ ലൈക്ക് ദിസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇതേപോലെയുള്ള കുറച്ച് ഫ്രാക്ഷൻസ് നൽകിയിട്ടുണ്ട്. അതായത് 8/2 എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് 8/2 ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം. ഇനി 15/3 എത്രയാണ്? 5 ആണ്. 30/10 എത്രയാണ്? 3 ആണ്. ഇനി താഴെ പറയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ നമ്പർ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ നമ്പേഴ്സിനെ ഫ്രാക്ഷൻ ആയിട്ട് താഴെ തന്നതുപോലെ എഴുതാം. അതായത് 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 ഈസ് ഈക്വൽ ടു 1/1 എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ 1 എന്ന് കൊടുക്കാം. അടുത്തത് 2നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 എന്ന് കിട്ടി. 2 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? 2/1 ഈക്വൽ ആണ്. 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 തന്നെ കിട്ടി. 3 എന്ന് പറയുന്നത് 3/1 ഈക്വൽ ആണ്. ദിസ് റേസസ് എ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു ചോദ്യം വരാം. അതായത് നമ്മൾ തൊട്ട് മുകളിൽ കോമൺ ഫാക്ടേഴ്സ് റിമൂവ് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവന്നിട്ടില്ലേ ഫ്രാക്ഷനെ, അതേപോലെ ഇവിടെ ഡിവിഷൻ ചെയ്ത സമയത്തും നമുക്ക് അതേപോലെ കോമൺ ഫാക്ടേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. 12/6 ആണ്. നമ്മൾ എന്ത് ചെയ്തും? 12/6 ഈസ് ഈക്വൽ ടു 2 ആണ് അല്ലേ. 12/6 ഈസ് ഈക്വൽ ടു 2 എന്നാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി 12/6-ലെ കോമൺ ഫാക്ടേഴ്സ് ഏതാണ്? 2 കോമൺ ഫാക്ടേഴ്സ് ആണ് അല്ലേ. 12-ൽ എത്ര 2 ഉണ്ട്? 6 എണ്ണം. 6-ൽ എത്ര 2 ഉണ്ട്? 3 എണ്ണം. അപ്പോൾ നമുക്ക് 12 എന്നുള്ളത് 6 × 2 എന്നും 6 എന്നുള്ളത് 3 × 2 എന്നും എഴുതാം. ശ്രദ്ധിക്കുക, 12/6 ആണ് നമ്മുടെ ഫ്രാക്ഷന്. ഇനി ഇതിലെ കോമൺ ഫാക്ടർ നോക്കുക. 2 കോമൺ ഫാക്ടർ ആണല്ലേ. 12-ലും 2 പോവും, 6-ലും 2 പോവും. 12-ൽ എത്ര 2 ഉണ്ട്? 6 എണ്ണം. 6 എന്ന് എഴുതി കൊടുക്കുക. ഇനി 6-ൽ എത്ര 2 ഉണ്ട്?
3 6/3 എന്ന ഫ്രാക്ഷൻ കിട്ടി. ഇത് 12/6ന്റെ മറ്റൊരു ഫോമാണ്. ഇനി 6/3 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ. 6/3 ചെയ്ത് നോക്കുക. 6ൽ എത്ര 3 ഉണ്ട്? 2. സോ നമുക്ക് പറയാം 12/6 = 6/3 = 2 എന്ന് പറയാം. ഇത് പറയാണ് നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ എഴുതാമെന്ന്. അതായത് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 ഈക്വൽ അല്ലേ? ഓക്കെ, 1/1 ഒന്നിൽ എത്ര 1 ഉണ്ട്? 1 ആണ്. ഇനി 2/2 എന്ന് പറഞ്ഞാലോ? 2ൽ എത്ര 2 ഉണ്ട്? 1 അല്ലേ? 3/3 1 ഈക്വൽ അല്ലേ? 4/4 1 ഈക്വൽ അല്ലേ? 5/5 6/6 7/7 ഇതൊക്കെ 1 ഈക്വൽ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നത് നോക്കിക്കേ. 1 ഈസ് ഈക്വൽ ടു 1/1 ഈസ് ഈക്വൽ ടു 2/2 ഈസ് ഈക്വൽ ടു 3/3 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 4/4 എന്ന് അവിടെ എഴുതാം. ഇനി അടുത്തത് 2 എന്ന ഡിജിറ്റ് എന്തിന് ഈക്വൽ ആണ്? 2/1 ഈക്വൽ ആണ്. 2ൽ എത്ര 1 ഉണ്ട്? 2. അടുത്തത് 4/2 ഈക്വൽ ആണ്. 6/3 എത്രയാണ്? 6ൽ എത്ര 3 ഉണ്ട്? 2 അല്ലേ. ഇനി ഇതിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ പറയാനാണ്. നമുക്ക് 8/4 എന്ന് എഴുതാം. 8/4 2 ഈക്വൽ അല്ലേ. അവിടെ നിങ്ങൾ 8/4 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് പറയാണ് 3 ഈസ് ഈക്വൽ ടു 3/1 6/2 9/3 നമുക്ക് എന്ത് എഴുതാം? 12/4 എന്ന് എഴുതാം. ഫ്രാക്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ലാസ്റ്റ് നോക്കിക്കേ, ന്യൂമറേറ്റേഴ്സ് മാത്രം നോക്കുക. 3 6 9 12 എന്നിങ്ങനെയാണ് പോകുന്നത്. ഡിനോമിനേറ്റേഴ്സോ 1 2 3 4 അങ്ങനെയാണ്. ഇനി പറയുകയാണ് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്ത് റിമൈൻഡേഴ്സ് കിട്ടുകയാണെങ്കിലും അത് നമുക്ക് ഫ്രാക്ഷനിൽ എഴുതാമെന്ന്. അതായത് ഇവിടെ പറയാണ് 3 കേക്ക്, ഓക്കെ, 3 കേക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് 2 കുട്ടികൾക്ക്, ഓക്കെ, 3 കേക്ക് ഉണ്ട്. 2 കുട്ടികൾക്ക് ഈക്വലി കൊടുക്കണമെങ്കിൽ എത്ര കൊടുക്കണം? ഒരാൾക്ക് 1 കൊടുക്കണം, ഒരാൾക്ക് രണ്ടാമത്തെ ആൾക്ക് 1 കേക്ക് കൊടുക്കാം. പിന്നെ അടുത്ത കേക്ക് ഹാഫ് ആക്കിയിട്ട് 2 പേർക്കും കൊടുക്കേണ്ടി വരും അല്ലേ. അതായത് ഒരാൾക്ക് 1.5 പീസ് കേക്കാണ് കിട്ടുക. ആദ്യത്തെ ആൾക്കും 1.5 പീസ്, രണ്ടാമത്തെ ആൾക്കും 1.5 പീസ് കിട്ടും. അതായത് 1 പ്ലസ് ഒരു ഹാഫ് പീസ്, അതായത് 1/2 കേക്കാണ് ഒരാൾക്ക് കിട്ടുന്നത്. ദിസ് ആൾസോ ക്യാൻ റിട്ടൺ ആസ് ഫ്രാക്ഷൻ. ഇതിനെയും നമുക്ക് ഫ്രാക്ഷനിലാക്കി എഴുതാം. അതായത് 3/2 എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. ഇതുപോലെയുള്ള ഫ്രാക്ഷൻസിൽ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ഒഴിവാക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. 6 cakes are divided equally among 4 children. How much would each get? 6 കേക്ക് ഉണ്ട്, 4 ആൾക്കാർക്ക് വീതിച്ചു. ഓക്കെ, ഇവിടെ പറയാണ് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുകയാണെങ്കിൽ ബാലൻസ് എത്ര എണ്ണം ഉണ്ടാവും? 2 ബാക്കി ഉണ്ടാവും അല്ലേ. 6 കേക്കാണ് കയ്യിലുള്ളത്, 4 ആൾക്കാരാണ്. ഒരാൾക്ക് 1 വീതം കൊടുക്കുകയാണെങ്കിൽ ബാലൻസ് 2 കേക്ക് വരുന്നുണ്ട്. ഈ ഓരോ കേക്കിനെയും നമുക്ക് വീണ്ടും ഹാഫ് ആക്കാം. ആദ്യത്തെ കേക്കും ഹാഫ് ആക്കാം, രണ്ടാമത്തെ കേക്കും ഹാഫ് ആക്കാം. അപ്പോൾ എത്രയായി? 4 പീസായി. ഈ 4 പീസ് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ഈക്വൽ ആയില്ലേ. അതായത് ഒരാൾക്ക് ഒരു ഫുൾ പീസും ഒരു ഹാഫ് പീസുമാണ് കിട്ടുന്നത്. ഇതാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചത്. നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാമെന്നാണ് പറയുന്നത്. ടു ഡിവൈഡ് 6 കേക്ക്സ് ബിറ്റ്വീൻ 4 ചിൽഡ്രൻ. 6 കേക്ക്സ് 4 ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീതിക്കാൻ വേണ്ടിയിട്ട് we can split the kids into 2 sets of 2 and gives 3 cake to each set. നമുക്ക് എന്ത് ചെയ്യാം? ആൾക്കാരെ നമുക്ക് 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. അതായത് ടോട്ടൽ 4 ആൾക്കാരാണുള്ളത്. 2 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പും 2 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പും. ഇതേപോലെ തന്നെ നമുക്ക് കേക്കിനെയും നമുക്ക് 2 ഗ്രൂപ്പായിട്ട് വീതിക്കാം. ആദ്യത്തെ ഗ്രൂപ്പിന് 3 കേക്കും കൊടുക്കാം, രണ്ടാമത്തെ ഗ്രൂപ്പിനും 3 കേക്കും കൊടുക്കാം. ഇവിടെ പിക്ചർ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഈച്ച് സെറ്റ്, ഓരോ സെറ്റിലും വിച്ച് 1 കേക്ക് ഈസ് ഗിവൺ ടു ഈച്ച് ഓഫ് ദി 2 കിഡ്സ് 1 കേക്ക് വിൽ ബി ലെഫ്റ്റ്. ശ്രദ്ധിച്ച് ഓരോ ഗ്രൂപ്പിലും നോക്കുക. ഇവിടെ ഓരോരുത്തർക്ക് 1 കേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഒരാൾക്ക് 1 കേക്ക് കൊടുത്ത് രണ്ടാമത്തെ ആൾക്ക് 1 കേക്ക് കൊടുത്ത്, അപ്പോൾ 1 കേക്ക് ലെഫ്റ്റ് അല്ലേ, ബാക്കിയല്ലേ. ഇതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിലും ഒരാൾക്ക് 1 കേക്ക്, രണ്ടാമത്തെ ആൾക്കും 1 കേക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെയും 1 കേക്ക് ബാക്കിയാണ്. ദി റിമൈനിങ് 1 കേക്ക് ഇൻ ഈച്ച് ഗ്രൂപ്പ് ഈസ് കട്ട് ഇൻ ടു ഹാഫ് ആൻഡ് എ പീസ് given to each of the 2 children, then everyone gets half a cake more. ഇനി ബാക്കിയുള്ള ഓരോ ഗ്രൂപ്പിലും ബാക്കിയുള്ള ഈ 1 കേക്കില്ലേ, അത് വീണ്ടും നമ്മൾ ഹാഫ് ആക്കിയിട്ട് 1 ഹാഫ് പീസ് ഒരാൾക്കും 1 ഹാഫ് പീസ് ഒരാൾക്കും കൊടുക്കുക. അപ്പോൾ ഒരാൾക്ക് 1 ഫുൾ കേക്കും 1 ഹാഫ് കേക്കും എന്ന രീതിക്ക് കിട്ടും അല്ലേ.
ഇത് തന്നെയാണ് നമ്മൾ തൊട്ട് മുൻപേയും കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെ ഒന്ന് ഫ്രാക്ഷനിൽ പറഞ്ഞു നോക്കാം. ആദ്യം 6 കേക്കായിരുന്നു 4 ആൾക്കാർക്ക് കൊടുത്തു. അപ്പോൾ എത്രയായി? 6/4 ആണ്. പിന്നെ നമ്മൾ 2 ഗ്രൂപ്പുകളിലാക്കി കൊടുത്തു ഇല്ലേ? ഒരു ഗ്രൂപ്പിൽ എത്ര ആളാണ്? 2 ആളാണുള്ളത്. അപ്പോൾ 3/2 എന്നാക്കി അല്ലേ? ഒരു ഗ്രൂപ്പിൽ 3 കേക്ക് ഉണ്ട്, 2 ആൾക്കാരാണുള്ളത്. 3 കേക്ക് 2 ആൾക്കാർക്ക് വീതിക്കണം. അപ്പോൾ 3/2 എന്നായി. അപ്പോൾ എത്രയാണ് ഒരാൾക്ക് കിട്ടുന്നത്? 1/2 ആണ് കിട്ടുന്നത്. 6/4 ഈസ് ഈക്വൽ ടു 3/2 ഈസ് ഈക്വൽ ടു 1/2 ആണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ പ്രോബ്ലം. മറ്റൊരു ചോദ്യം നോക്കാം. ഇഫ് 33 liters ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി ബിറ്റ്വീൻ 12 persons, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? 33 ലിറ്റർ പാല് 12 ആൾക്കാർക്ക് വീതിക്കുകയാണെങ്കിൽ എത്രയാണ് ഒരാൾക്ക് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 33ലും 12ലും കോമൺ ആയിട്ട് ഏത് പോകുന്നുണ്ട്? 3 പോകുന്നുണ്ട് അല്ലേ? 33ല് 3 ഉണ്ട്, 11 ഉണ്ട്, 12ല് 4 ഉണ്ട്. സോ നമുക്ക് 11/4 33/12 എത്രയാണ്? 11/4 എന്ന ഫ്രാക്ഷൻ കിട്ടി. ഇനി നമുക്ക് 11/4നെ വേറൊരു രീതിയിൽ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം എന്ന് നോക്കാം. 11/4നെ ഡിവൈഡ് ചെയ്യാം. 11/4. 11ൽ എത്ര 4 ഉണ്ട്? 2 2 4 8, ബാലൻസ് 3 ആണ് വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം? മുകളിലുള്ള കോഷ്യന്റ് ഇല്ലേ, അതാണ് ഹോൾ നമ്പർ 2 എന്ന് എഴുതുക. താഴെ കിട്ടിയിട്ടുള്ള റിമൈൻഡർ ആണ് ന്യൂമറേറ്റർ. നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതാണ് ഡിനോമിനേറ്റർ. അതായത് 2 3/4 ആണ് ഫ്രാക്ഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരാൾക്ക് എത്രയാണ്? 2 3/4 liters ഓഫ് മിൽക്കാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഈ ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. 20 liters ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ഫിൽ 8 ഐഡന്റിക്കൽ ബോട്ടിൽസ്. 50 liters പാല് 8 ബോട്ടിൽസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഹൗ മച്ച് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ദർ ഇൻ ഈച്ച് ബോട്ടിൽ? ഓരോ ബോട്ടിലും എത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 20 liters ഓഫ് വാട്ടർ ആണുള്ളത്. 8 ബോട്ടിലാക്കിയിട്ടാണ് നിറക്കേണ്ടത്. അതായത് 20/8 ആണ്. 20/8നെ നമുക്ക് ചെറുതാക്കാം. കോമൺ ഫാക്ടേഴ്സ് ഇതാണ് 2. 2ലും പോകില്ലേ? 20ൽ എത്ര 2 ഉണ്ട്? 10 എണ്ണം. 8ൽ എത്ര 2 എണ്ണം? 4 എണ്ണം. വീണ്ടും ചെറുതാക്കാം. 2 കോമൺ ആയിട്ട് പോകുന്നതാണ്. 10ൽ എത്ര 2 ഉണ്ട്? 5 എണ്ണം. 4ൽ എത്ര 2 ഉണ്ട്? 2 എണ്ണം. 2 2 4. 5/2 എന്ന് കിട്ടി. നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാം. 5/2 ചെയ്ത് നോക്കുക. 5/2. 5ൽ എത്ര 2 ഉണ്ട്? 2 എണ്ണം. 2 2 4, ബാലൻസ് 1. ഇതിന് നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ എഴുതാം? മുകളിലുള്ളത് ഹോൾ നമ്പർ, താഴെ കിട്ടിയിട്ടുള്ള റിമൈൻഡർ ആണ് ന്യൂമറേറ്റർ, ഡിവിസിബിൾ നമ്പർ ആണ് ഡിനോമിനേറ്റർ. 2 1/2 എന്ന് കിട്ടി. 2 1/2 2.5 liters ഓഫ് വാട്ടർ ആണ് ഒരു ബോട്ടിലിൽ കൊള്ളുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. A rope of length 140 centimeters is cut into 16 equal pieces. 140 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയറ് 16 തുല്യമായിട്ടുള്ള പീസുകളാക്കി മുറിച്ചു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഓരോ പീസിന്റെയും ലെങ്ത് എത്രയാണെന്നാണ് ചോദ്യം. 140 സെന്റിമീറ്റർ ഉള്ള റോപ്പ് 16 പീസായിട്ട് കട്ട് ചെയ്യണം. അതായത് 140 / 16 ആണ്. നമുക്കിതിൽ കോമൺ ആയിട്ട് പോകുന്നത് നോക്കാം. 2 കോമൺ ആയിട്ട് പോകും. 140ൽ 72 ആണുള്ളത്. 16ൽ 8 2 ആണ്. ഇനി ഇതിൽ കോമൺ ആയിട്ട് വീണ്ടും 2 പോവും. 70ൽ 35 2 ആണുള്ളത്. 8ൽ 4 2 ആണ് ഉള്ളത്. 35/4 എന്ന് കിട്ടും. ഇനി നമുക്കിതിനെ വീണ്ടും കോമൺ ഫാക്ടേഴ്സ് വെച്ചിട്ട് ചെറുതാക്കാൻ കഴിയില്ല. സോ നമുക്ക് ഡിവിസിബിൾ ചെയ്തിട്ട് നമുക്കിതിനെ ചെറുതാക്കാം. 35/4 ആണ് ചെയ്യേണ്ടത്. 35/4 ചെയ്യുക. 35ൽ 8 4 ആണുള്ളത്. 8 4 32 ആണ്. മുകളിൽ നിങ്ങൾ കോഷ്യൻ്റ് ആയിട്ട് 8 എന്ന് എഴുതുക. 8 × 4 32 ആണ്. ബാലൻസ് വരുന്നത് 3 ആണ്. ഇവിടെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പോൾ മുകളിലുള്ള 8 ആണ് ഹോൾ നമ്പർ ആയിട്ട് എഴുതുക. താഴെ കിട്ടിയിട്ടുള്ള റിമൈൻഡർ ആണ് ന്യൂമറേറ്റർ. 4 ആണ് ഡിനോമിനേറ്റർ. 8 3/4 ആണ് ഒരു പീസിൻ്റെ ലെങ്ത്ത് വരുന്നത്. സോ 8 3/4 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് ആൻസർ. ഇൻ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് 215 kilograms ഓഫ് റൈസ് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 15 people. 215 കിലോഗ്രാം ഉള്ള അരി 15 ആൾക്കാർക്ക് വീതിക്കുകയാണ്. ഹൗ മച്ച് കിലോഗ്രാം ഓഫ് റൈസ് വുഡ് ഈച്ച് ഗെറ്റ്? ഒരാൾക്ക് എത്ര കിലോഗ്രാം അരിയാണ് കിട്ടുക?
215 കിലോഗ്രാം അരിയാണ് 15 ആൾക്കാർക്കാണ് വീതിക്കേണ്ടത്. 215/15 വരും. ഇത് രണ്ടിലും 5 കോമൺ ഫാക്ടർ ആയിട്ട് പോകുന്നതാണ് അല്ലേ. 215 എത്ര 5 ഉണ്ട്, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 215 ഡിവൈഡഡ് ബൈ 5. 21 4 5 4 5 20, ബാലൻസ് 15. 15 3 5 ആണുള്ളത്. 3 5 15, 43 എന്ന് കിട്ടി. സോ 215 43 5 ആണുള്ളത്. 43 5, 15 3 5 ആണ്. 43 ഡിവൈഡഡ് ബൈ 3 കിട്ടി. ഇതിന് നമുക്ക് ഇനി കോമൺ ഫാക്ടർ വെച്ച് ചെറുതാക്കാൻ കഴിയില്ല. 43 3 കോമൺ ആയിട്ട് പോകുന്ന ഫാക്ടർ ഇല്ല. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാം. അതായത് 43 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. 4 എത്ര 3 ഉണ്ട്, 1 ആണ്. 1 3 3, ബാലൻസ് 13 വരും. 13 എത്ര 3 ഉണ്ട്, 4 എണ്ണമാണ്. 4 3 12 ആണ്. മുകളിൽ 4 എന്ന് എഴുതാം. 4 3 12. ഇനി 13 12 കുറച്ചാൽ 1. ഇതാണ്. ഇത് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം, 14 1/3 എന്നാണ് വരിക. ഓക്കെ, 14 1/3 കിലോഗ്രാംസ് റൈസ് ആണ് ഒരാൾക്ക് കിട്ടുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.